വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഒരു 2 ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ താഴത്തെ ഇതുണ്ട്, ഈ ഫിഷ് ടാങ്ക് ലീക്കാണ്. അതിൽ മീനുണ്ടായിരുന്നു, ഓസ്കാറൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ മാത്രമാണ് മീൻ ഇടുന്നത്. അപ്പം ഇത് നിറച്ചും പാവൽ പിടിച്ച്, ചേട്ടൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ പാവലൊക്കെ പിടിച്ച് ഭയങ്കര ഇതായിട്ട് നിൽക്കണമായിരുന്നു. അപ്പം നമ്മൾ ഈ ടാങ്ക് ഇന്ന് ചേട്ടൻ തേച്ച് കഴുകി എല്ലാം ക്ലീനാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നല്ല വെള്ളം നമ്മൾ നിറക്കണേ. വേണ്ട, ബോർവെല്ലിൽ നല്ല വെള്ളം നിറക്കണേ. നിറച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് മീനുകൾ കിടപ്പുണ്ടായിരുന്നു. ഇതല്ല, ഇതിനകത്ത് കിടപ്പുണ്ട്. വേണ്ട, കാണാൻ പറ്റില്ല, ഓടി കളിക്കുന്നുണ്ട് ആശാമാര്. എന്താ കണ്ട, അത് ഈ ടാങ്കിൽ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ത് മീനാണെന്ന്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്കിവിടെ 2 ടാങ്ക് ഉണ്ടായിരുന്നു, ഗപ്പീസുകൾ വളർത്തുന്ന 2 ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഗപ്പീസ്, റെഡ് ഗപ്പീസ്, ഇത് മോൻ വാങ്ങിക്കൊണ്ട് വന്ന് ഇട്ടതാണ് 2 എണ്ണം. അതിങ്ങനെ പെറ്റ് പെരുകി കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം വലുതിനെ മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുക്കണേ. ഇഷ്ടംപോലെ ഉണ്ട് ആ ടാങ്കിൽ, ഇഷ്ടംപോലെ ഉണ്ട്. അത് ഞങ്ങളുടെ ആ പഴയ പെരയിൽ അങ്ങനത്തെ ഇപ്പം ഉള്ള 2 ടാങ്ക് പോലെ നീളത്തിൽ ഒരു 6 ഒരു ലൈൻ, 6 അപ്പുറത്തെ ലൈൻ, അങ്ങനെ 12 ടാങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിവിടെ അലങ്കാര മത്സ്യത്തിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിൽക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു വെച്ചാൽ. അപ്പം ഇപ്പം അതൊക്കെ ഒന്നുമില്ല. എന്നാലും 2 ടാങ്ക് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്നാണ് ഇപ്പം നമ്മൾ ഈ മീനുകളെ എടുത്തേക്കണത്. കണ്ട, ആ ഒരു മീനിൻ്റെ വാലിൻ്റെ നിറമൊക്കെ കണ്ട, നല്ല സ്റ്റൈലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആ ടാങ്കിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാൽഭാഗമൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ മീനുകളെ ഇടാം. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ ഇതുണ്ട്, ഇത് ഇങ്ങനെയുള്ള ഉണ്ട്, അയ്യോ വലിയ മീനുകൾ മാത്രമേ ഉണ്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ആ ടാങ്കിൽ തന്നെ ഇടും, നമ്മുടെ വാർക്ക ടാങ്കിലിടും. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ടാങ്കിലിട്ടാൽ ശരിയാകില്ല. എനിക്ക് ടാങ്കിൽ തന്നെ കിടക്കണം, എന്നാലേ അത് വളർന്നു വരുള്ളൂ. അങ്ങനെ ഇതിൽ നിന്ന് പിടിച്ച് അതിൻ്റെ അകത്തോട്ടിട്ട് കിട്ടണില്ല ഒരുത്തന് അല്ലേ. കണ്ടത് ഇതിനകത്ത് എന്താ വലയിൽ എന്താ അങ്ങനെ ഇതിനകത്തോട്ട് പിടിച്ചിട്ട് നമ്മൾ വലുതുകളെ മാത്രം നോക്കി. ഞാനിപ്പോൾ ആ ടാങ്കിൽ നിന്ന് പിടിച്ചതാണ്. ഇനി കുറച്ചും കൂടെ പിടിക്കാം നമുക്ക് പോയിട്ട്. വലുതിനെ പിടിക്കാനായിട്ട് പറ്റില്ല, അപ്പോൾ കുഞ്ഞുങ്ങൾ കയറി വരും. കണ്ടോ, ഹോളിലാ എന്താ ഒരുത്തനെ കിട്ടി. ഞാൻ കിടന്ന് പിടക്കണേ. അല്ലേ കിട്ടേ. ഈ വാലിൻ്റെ കളറ് കൂടുതലുള്ളതൊക്കെ ആണാണ്, ഇത് പെണ്ണാണ് കേട്ടോ. എന്താ തള്ള ഗപ്പിയാണ്. ടാങ്കിലിടാനായിട്ട് എല്ലാ വലിയ മീനുകളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. വലുതാണ്. അത് ടാങ്കിലിട്ടാലേ അതിൻ്റെ കളർ അറിയുമോ. ടാങ്കിലിട്ടതിന് ശേഷം കാണിച്ചു തരേ. വെള്ളം ഇത്രയുമായി, ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇനിയൊരു കുറച്ചും കൂടെ പാകത്തിന് വെള്ളം ആയി കഴിയുമ്പോൾ നിർത്തും.
സൈഡിൽ ഇത് നമ്മുടെ വീട് പണിതപ്പോൾ ഞങ്ങൾ ആ ചരലിൽ നിന്ന് പിറക്കിയെടുത്ത കല്ലുകളാണിത്. അത് ഞങ്ങൾ ഫിഷ് ടാങ്കിൽ ഇനി ഇഷ്ടംപോലെ ഉണ്ട്. കുറേയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടൊക്കെ കുറേ മണ്ണിൻ്റെ വീടായിട്ട് ഞങ്ങളുടെ വീട് വെക്കാൻ നേരത്ത് ചരലെടുത്തിട്ട് ആ ചരലിൽ നിന്ന് കിട്ടിയത്. അപ്പം നമ്മൾ ടാങ്കിൽ ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഇടാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ടാങ്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇടുന്നത്. അങ്ങനെ നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ ഇട്ട് അതിന് ശേഷം ഇതിലേക്ക് മീൻ പിടിച്ചിട്ട് എന്താണെന്നറിയില്ല, വെള്ളത്തിൻ്റെ ഒരു ഇത് കൊണ്ടായിട്ടാണ് തോന്നുന്നു, ഒരു മീൻ തലകുത്തി മറിയുന്നുണ്ട്. എന്താ ടെട്ര. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗപ്പീസുകളെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിങ്ങനെ കണ്ട, അതേ കണ്ട മുകളിൽ നടക്കണ കണ്ട ഗപ്പീസ്. മുകളിൽ നോക്കിയാൽ കാണില്ല, കണ്ട അതേ കണ്ട കൂട്ടം കൂട്ടമായിട്ട് ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കണ്ട. ഇപ്പം നല്ല ക്ലീനായി. നേരത്തെ നല്ല പച്ചപ്പാവലായിട്ട് നിറച്ചും പച്ചപ്പാവലായിട്ടിരിക്കണായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് വെള്ളം കണ്ട, വെള്ളം ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. മോൻ മേടിച്ചുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ പാവൽ ഒക്കെ ഇതായത് കാരണം അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കണായിരുന്നു. ലൈറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ. കുറച്ച് മാത്രമേ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് വെക്കുന്ന ഷിപ്പൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കുന്നതാണ് ഞങ്ങൾ. അപ്പം അതിൻ്റെ മുകളിൽ കുറേ കൊച്ചിൻ്റെ കളിപ്പാട്ടം അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് മോളുടെ മാതൃക പ്രവർത്തന സ്നേഹാദരം മോൾക്ക് കിട്ടിയതാണിത്. എന്താ ട്രോഫി കല്യാണത്തിന് മുമ്പ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവരും ഒന്ന് കാണുക, ലൈക്ക് തന്നെ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബായ്.